കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുന്നത് നമ്മുടെ സുനന്ദയോട് ഗോപാലൻ എല്ലാം പറയുന്നു, അത് സിദ്ധാരയുടെ മകളാണെന്ന്. അപ്പം നീ പോയി നോക്കാൻ പറയുന്നു. അങ്ങനെ നമ്മുടെ സുനന്ദ പോയി ജ്യൂസ് കൊണ്ട് പോവുകയാണ്. പോകുമ്പോൾ നമ്മുടെ ഗാഥയെ കണ്ട് ഞെട്ടിത്തരിക്കുകയാണ്. കൃഷ്ണയെ പോലെ തന്നെ ഇരിക്കുന്നു. അങ്ങനെ ഗോപാലനോട് പറയുന്നു. അപ്പോൾ ഗോപാലൻ പറയുന്നു, നമുക്ക് നാട്ടിലേക്ക് എന്തായാലും പോകാം, ഇതിലെന്തോ ഒരു രഹസ്യമുണ്ട്, അത് കണ്ടുപിടിക്കണം എന്ന് പറയുന്നു. അങ്ങനെ നീ എന്തായാലും 2-3 ദിവസത്തേക്ക് ലീവ് ചോദിക്കാൻ പറയുന്നു. അങ്ങനെ ലീവൊക്കെ ചോദിച്ച് ഇവർ നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. നാട്ടിലെത്തിയതിന് ശേഷം എല്ലാവരുമായിട്ട് ഗോപാലൻ നായർ എന്ന് പറഞ്ഞ പുള്ളിയുടെ പെങ്ങളും എല്ലാവരും കൂടെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവർ നമ്മുടെ ഗോപാലനും നമ്മുടെ സുനന്ദയും കൂടെ കൃഷ്ണയുടെ അമ്മയെ തങ്കത്തെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ തങ്കത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു. അങ്ങനെ കൃഷ്ണ അപ്പോൾ പറയുന്നു, ഞാൻ ചായ ഇടാന്ന് പറഞ്ഞാൽ അകത്ത് കയറിപ്പോവാണ്. അപ്പോൾ പാല് തീർന്നു പോയി, ഞാൻ പാല് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണ അങ്ങ് പോവുകയാണ്. ആ സമയത്ത് ഗോപാലൻ നമ്മുടെ തങ്കത്തിനോട് ചോദിക്കുന്നു, കൃഷ്ണ എവിടെയാണ് ജനിച്ചതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ തങ്കം ചോദിക്കുക, അതെന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കും. അല്ല, ഞാൻ ചോദിച്ചതാന്ന് പറയും. അപ്പോൾ തങ്കം പറയും, അപ്പോൾ തങ്കത്തിനോട് നമ്മുടെ ഗോപാലൻ പറയും, നിങ്ങൾക്ക് ബന്ധുക്കൾ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ തങ്കം ഇങ്ങനെ ഞെട്ടിത്തരിക്കുകയാണ്, ഒന്നും പറയാതെ തന്നെ. എന്നിട്ട് ഗോപാലൻ പറയും, ഈ നമ്മുടെ കൃഷ്ണയെ പോലെ തന്നെ ഒരു കുട്ടി അവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ തങ്കം അതിന് തിരിച്ച് മറുപടിയൊന്നും പറയാതെ കൊടുക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേനും നമ്മുടെ കൃഷ്ണ പാലുമായിട്ട് വരുന്നു. അങ്ങനെ ചായയൊക്കെ ഇട്ട് അവർക്കിട്ട് കൊടുക്കുകയാണ്. കൊടുക്കുന്ന സമയത്ത് കൃഷ്ണയ്ക്ക് മനസ്സിലാവുന്നു, കാരണം ഗോപാലൻ എന്തൊക്കെയോ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറയുന്നത് എൻ്റെ കല്യാണക്കാരിയാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൃഷ്ണ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, കല്യാണക്കാരിയല്ല, വേറെന്തോ കാര്യമാണെന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ സുനന്ദയും ഗോപാലൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ അവരോടൊക്കെ ഇങ്ങനെ കൃഷ്ണയെ പറ്റി ചോദിക്കുന്നു. അപ്പോൾ കൃഷ്ണയെ പറ്റി ചോദിക്കുമ്പോൾ അവിടെയുള്ളവർ അവരൊക്കെ പറയുന്നു, അത് തങ്കത്തിന് പറ്റിയൊരു അബദ്ധമാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നതെന്ന് പറയുന്നു. അപ്പം നമ്മുടെ ഗോപാലൻ ഞെട്ടിത്തരിക്കുകയാണ്. ഇതിലെന്തോ രഹസ്യമുണ്ട് എന്ന് തന്നെ അവർക്കറിയാം. അതെങ്ങനെയും കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഗോപാലൻ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ കൃഷ്ണ ഫോൺ വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ച് ഓരോന്നൊക്കെ പറയുന്നു. എന്നിട്ട് പറയുന്നു, മോളെ, നിന്നെപ്പോലൊരു കുട്ടി ഇങ്ങനെ സിദ്ധാരയുടെ വീട്ടിലുണ്ടെന്ന കാര്യം നമ്മുടെ കൃഷ്ണയെ അറിയിക്കുകയാണ്. അപ്പോഴാണ് കൃഷ്ണയ്ക്ക് ഒരു ബോധം വരുന്നത്. കാരണം ഈ നവീനുമായിട്ടുള്ള ഇതും പിന്നെ പല സ്ഥലങ്ങളിൽ എല്ലാവരും മാറി കൃഷ്ണ ഗാഥയെ തെറ്റിദ്ധരിച്ച് പലയിടങ്ങളിലും അവൾ കുറേ സ്ഥലങ്ങളിൽ അങ്ങനെ പെട്ടുപോയിട്ടുണ്ടല്ലോ. അതെല്ലാം നമ്മുടെ കൃഷ്ണ ഓർക്കുകയാണ്. അപ്പോൾ ഇതിലെന്തോ രഹസ്യമുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇത് എനിക്ക് തോന്നുന്നു ഈ സുനന്ദ നമ്മുടെ സിതാര വീട്ടിൽ പണിക്കെന്തോ നിന്ന ജോലിക്കാരിയാണ്. സിതാര ഗർഭിണിയായി പ്രസവിച്ച സമയത്ത് ഒരു കുട്ടി എടുത്തുകൊണ്ട് അങ്ങാണ്ട് പോകുന്നതാണ്. അതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ ഈ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.